മകരവിളക്ക് മഹോത്സവം അടുത്തതോടെ ശബരിമലയിൽ ഇന്നലെയും വൻ ഭക്തജന തിരക്ക്. ഇന്നലെ മാത്രം 99,149 ഭക്തർ ദർശനം നടത്തി. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ 30-ന് നട തുറന്ന ശേഷം 5 ലക്ഷത്തിലേറെ പേരാണ് ദർശനം നടത്തിയത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ശിവദാസ് കന്മനം നമുക്കൊപ്പം ചേരുകയാണ്. ശിവദാസ്, സ്വാമി ശരണം. എന്തായാലും ഓരോ ദിവസവും തിരക്കേറി വരികയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു അഭൂതപൂർവമായ തിരക്ക് ശിവദാസിന് പിന്നിലുണ്ട്. എങ്ങനെയാണ് ഇന്ന് രാവിലത്തെ സന്നിധാനത്തെ കാഴ്ചകൾ? രാഖി, സ്വാമി ശരണം. ഇന്നും ശബരിമല സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ 99,149 പേരാണ് ദർശനം നടത്തിയത്. അതിന് തൊട്ടു മുൻപുള്ള ദിവസം അത് 1 ലക്ഷം കവിഞ്ഞിരുന്നു. അതായത് ഈ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ 30-ന് ശേഷം നട തുറന്ന ഡിസംബർ 30-ന് വൈകിട്ട് 5 മണിക്കായിരുന്നു നട തുറന്നിരുന്നത്. അതിനുശേഷം ഏകദേശം 5 ലക്ഷത്തിൽ കൂടുതൽ ഭക്തരാണ് ഇവിടെ ദർശനം നടത്താനായി എത്തിയിരിക്കുന്നത്. ഇപ്പോഴും അത്തരത്തിൽ വലിയ ഒരു തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇതര സംസ്ഥാനത്ത് നിന്നും ആണ് കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ ഭക്തർ ഓരോ ദിവസവും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് സന്നിധാനത്തേക്ക് അവർക്ക് എത്താൻ കഴിയുന്നത്. പമ്പ മുതൽ തന്നെ അത്തരത്തിലുള്ള വലിയ ക്യൂ ആരംഭിക്കുന്നു. പിന്നീട് കൃത്യമായി തന്നെ നിയന്ത്രണം ഇപ്പോൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മരക്കൂട്ടത്തിൽ നിന്നും വ്യത്യസ്ത ബാച്ചുകളാക്കിക്കൊണ്ട് ഈ സന്നിധാനത്തേക്ക് അവരെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ആ നിയന്ത്രണം കൃത്യമായി തന്നെ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും മണിക്കൂറുകൾ ഭക്തർക്ക് ഇവിടങ്ങളിലൊക്കെ തന്നെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. കാരണം ഓരോ ദിവസവും ഭക്തർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് മകരവിളക്ക് ജനുവരി 14-നാണ്. അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങൾ കൂടി ആയതുകൊണ്ട് തന്നെ നിരവധി ഭക്തർ ഈ സമയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തങ്കയങ്കി ഡിസംബർ 12-ാം തീയതി ജനുവരി 12-ാം തീയതിയാണ് തങ്കയങ്കി ഘോഷയാത്ര തുടങ്ങുക. അത് 14-ാം തീയതി സന്നിധാനത്തേക്ക് എത്തും. അപ്പോഴേക്കും വലിയ രീതിയിലുള്ള അഭൂതപൂർവമായ ഒരു തിരക്ക് തന്നെയാണ് നമുക്ക് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കാനനപാതയിൽ നിന്ന് അടക്കം നിരവധി സ്വാമിമാരും ഇപ്പോൾ ഇതുവഴി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കാനനപാതയിൽ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് അവിടെ നിന്നും ഭക്തരെ ഇവിടേക്ക് കടത്തിവിടുന്നത്. കാരണം കാനനപാതയിൽ വന്യമൃഗങ്ങളുടെയൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെ കണക്കിലെടുത്ത് അത്തരത്തിലുള്ള പരിശോധനകൾക്കെല്ലാം ശേഷമാണ് അതുവഴി കൂടുതൽ ഭക്തരെ, സ്വാമിമാരെ ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നത്. എല്ലാ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ സ്വാമിമാർ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തിരക്ക് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം തന്നെ സന്നിധാനത്ത് മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ക്രമീകരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടവരുടെ അവലോകന യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ തീരുമാനിക്കും. ദേവസ്വം മന്ത്രി അടക്കം ഉള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം മകരവിളക്ക് മഹോത്സവത്തിന് ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യും. ഇന്നലെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗം ഉണ്ടായിരുന്നു. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഈ പമ്പയിൽ നടന്ന ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. 900-ഓളം KSRTC ബസ്സുകൾ ഈ മകരവിളക്ക് മഹോത്സവ സമയത്ത് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ബസ്സുകൾ ഇനിയും വേണമെങ്കിൽ അനുവദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ തുടർന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഭക്തർ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമാണ് നിലവിൽ ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഖി, ശിവദാസ്, നമുക്കറിയാം തിരക്ക് ഏറി വരികയാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നേരത്തെ തന്നെ തിരക്ക് അനിയന്ത്രിതമായി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയൊക്കെ തന്നെ ചർച്ചയായതാണ്. ജനം TV-യോട് തന്നെ പല അയ്യപ്പ ഭക്തരും ഇത് സംബന്ധിച്ച പരാതിയൊക്കെ പറഞ്ഞിരുന്നതുമാണ്. എന്താണ് നിലവിലത്തെ അത്തരം സംഭവങ്ങൾ, നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ ലഭ്യമാണോ? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും രീതിയിലുള്ള അതൃപ്തികളുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി.
രാഖി, അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം പമ്പ മുതൽ വലിയ ഒരു ക്യൂ ആണ്, നീണ്ട ക്യൂ ആണ്. മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് സന്നിധാനത്തേക്ക് എത്താൻ. അപ്പോൾ അവർ അങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള കുടിവെള്ള സംവിധാനമോ മറ്റു സൗകര്യങ്ങളോ ഇപ്പോഴും കൃത്യമായി ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് ഭക്തരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്നിധാനത്ത് ഇത്തരത്തിലുള്ള കുടിവെള്ള വിതരണം എല്ലാം ഉണ്ടെങ്കിൽ പോലും പല ഇടങ്ങളിലും ഇത്തരത്തിലുള്ള കുടിവെള്ള വിതരണം ഇല്ല. അതോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായി യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം കൊച്ചു കുട്ടികൾ അടക്കമുള്ളവർ സ്വാമിമാരായി എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാളികപ്പുറം ഉണ്ട്. അത്തരത്തിലുള്ള സ്വാമിമാരൊക്കെ തന്നെ എത്തുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ പല ഇടങ്ങളിലും ഇപ്പോഴും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിൽ കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പല ഇടങ്ങളിലും ഇല്ലാത്തത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇപ്പോഴും ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു മണ്ഡലകാലം അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അടിസ്ഥാന പ്രശ്നങ്ങളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഓരോ വർഷം പിന്നിടുമ്പോഴും അത് കൃത്യമായി തന്നെ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സ്വാമിമാരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും തുടക്കത്തിൽ ഉണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം തുടക്കത്തിൽ നിയന്ത്രണത്തിലൊക്കെ വലിയ പാളിച്ചകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പാളിച്ചകൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം മണിക്കൂറുകൾ അവർ ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും പല ഇടങ്ങളിലും കൃത്യമായി തന്നെ നിയന്ത്രണം കൃത്യമായി നടപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ മറ്റ് വോളണ്ടിയർമാർക്കും എല്ലാം തന്നെ കഴിയുന്നുണ്ട് എന്നുള്ളത് ആണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അതിപ്പോഴും അതേപോലെ തന്നെ തുടരുകയാണ്. ഇപ്പോഴും വലിയ ബുദ്ധിമുട്ട്. കാരണം മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോഴും പരിഹരിക്കപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഖി, ശബരിമലയിൽ തിരക്ക് ഏറുകയാണ് എന്നുള്ളതാണ്. ഇന്നലെ മാത്രം 99,149 ഭക്തർ ദർശനം നടത്തിയിട്ടുണ്ട്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ 30 ശേഷം നട തുറന്നതിന് ശേഷം 5 ലക്ഷത്തിലേറെ ഭക്തർ അയ്യപ്പ ദർശനം നടത്തിയെന്നുള്ളതാണ്. ശിവദാസ് കന്മനമാണ് സന്നിധാനത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.